Good morning, friends. Are you ready for the class? Yes, very good. നമ്മൾ ഇന്നലെ എന്താ പഠിച്ചേ? ഇന്നലെ എന്തായിരുന്നു? സീറോ എന്താന്ന് പഠിച്ചു, 2 ഡിജിറ്റ് നമ്പർ എന്താന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയോ? 2 ഡിജിറ്റ് നമ്പറിന്റെ പ്ലേസ് വാല്യൂ. എന്താ പഠിക്കാനുള്ളത്? പ്ലേസ് വാല്യൂ. എല്ലാരും ഒന്ന് പറഞ്ഞേ, പ്ലേസ് വാല്യൂ. മിസ്സിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ എല്ലാവരും, പ്ലേസ് വാല്യൂ. അപ്പൊ എന്താ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാല്? എന്താ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാല്? നമ്മൾ ഇന്ന് 2 ഡിജിറ്റ് നമ്പർ പറഞ്ഞില്ലേ? 2 ഡിജിറ്റ് നമ്പറിൽ 2 ഡിജിറ്റ് ഉണ്ട് ആണല്ലോ, 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് 15 എന്ന് പറയുന്ന നമ്പർ, 15 എന്ന് പറയുന്ന നമ്പർ 15. അതിനകത്ത് 1 ഉണ്ട്, 5 ഉണ്ട് ഉണ്ടല്ലോ. ഈ 15 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എങ്ങനെയാ കിട്ടുന്നേ? How will we get 15? 15 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1, 10 and 5 ones എന്ന് പറയാം. എങ്ങനെ പറയാം? ഒരു 10ഉം 5 ഒന്നുകളും കൂടിയതല്ലേ 15 എന്ന് പറയുന്നത്. 10ന്റെ കൂടെ 5 കൂട്ടിയ 15 കിട്ടുമല്ലോ. 10 plus 5 is 15. So we can say 1, 10 and 5 ones make 15. എന്ത് പറയും? 1, 10 and 5 ones is 1 to 9 numbers ഇല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 1, 9 എന്ന് പറയുന്ന നമ്പർ ഇല്ലേ? ആ നമ്പറൊക്കെ ഓരോ വൺസ് കൂടിയതല്ലേ? ഒന്ന് എന്ന് പറയുന്നത് ഒരു 1, 2 എന്ന് പറയുന്നത് 2 ones. Here 1, here 1, then we get 2. 2 ones ആണ് 2 എന്ന് പറയുന്നത്. 3 ones കൂടിയതല്ലേ 3? 3 ഒന്നുകൾ കൂടിയതല്ലേ 3 എന്ന് പറയുന്നത്. 4 എങ്ങനെ കിട്ടും? 1, 1, 1, 1. 4 ones കൂടിയതല്ലേ 4 ആണല്ലോ. അങ്ങനെ 9 എങ്ങനെ കിട്ടും? 1, 1, 1, 1, 1, 1, 1, 1, 1. 9 ഒന്നുകൾ കൂടിയതല്ലേ 9 അല്ലേ? അതുപോലെ 10 ഒന്നുകൾ കൂടിയതല്ലേ 10 എന്ന് പറയുന്നത്. 10 ഒന്നുകൾ കൂടിയത് 10. അപ്പൊ 10നെ നമുക്കൊരു ഗ്രൂപ്പ് ആക്കി വെക്കാം. 10നെ ഒരു ഗ്രൂപ്പ് ആക്കി നമ്മൾ അങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് 11 എന്ന് പറയുന്ന നമ്പർ എങ്ങനെയാ നമുക്ക് കിട്ടുന്നേ? ഈ 10ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടി അല്ലേ? 10ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടി. അപ്പൊ 10 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു 1 കൂടി കൂട്ടിയതല്ലേ 11 ആണല്ലോ. അപ്പോ 1, 10 and 1, 1 is 11. ഒരു 10ഉം ഒരു 1ഉം കൂടിയതാണ് 11. ഓക്കെ, അപ്പൊ 12 എങ്ങനെയാ വരാ?
ഈ 10 നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ 10ന്റെ കൂടെ 2 ones കൂടിയല്ലേ 12 കിട്ടുന്നേ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം 12നെ 1 10 and 2 ones. 1 10 and 2 ones. That is 12. അപ്പൊ ഇനി 13 എങ്ങനെയായിരിക്കും പറയാ? 13 ഈ 10 ഇവിടെ മാറ്റി വെച്ച ഒരു കൂട്ടമുണ്ട്. ആ 10നോട് എത്ര വൺസ് കൂട്ടണം 13 കിട്ടണമെങ്കിൽ? 3 ones. അപ്പോ 1 10 and 3 ones make 13. ഓക്കെ, അപ്പൊ എങ്ങനെ 14 കിട്ടുക? ഈ 110നോട് എത്ര വൺസ് കൂട്ടണം? എത്ര വൺസ് കൂട്ടണം? 4 ones. ഈ ഒരു 10നോട് 4 ഒന്നുകൾ കൂട്ടിയാൽ എത്ര കിട്ടും? 14. അപ്പൊ നമ്മൾ എങ്ങനെ നമ്പേഴ്സ് പറയുന്നേ? ഒരു 10നോട് 2 ഒന്നുകൾ കൂട്ടിയാൽ 12 കിട്ടും. 12 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എങ്ങനെ എഴുതും? 1 2 അല്ലെ? 12 എങ്ങനെ എഴുതും? 1 2. അപ്പൊ ഈ 1 പറയുന്ന ഡിജിറ്റ്, 12ലെ 1 പറയുന്ന ഡിജിറ്റ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? ഒരു 10, ഒരു 10. ഒരു 10 എന്നുള്ളതാണ് ഈ 1 10 12 എന്നുള്ള ഡിജിറ്റ് നമ്പറിലെ 1 എന്ന് പറയുന്ന ഡിജിറ്റ്. ഒരു 10ഉം 2 ഒന്നും കൂടിയാലല്ലേ 12 കിട്ടുന്നേ. ആ ഒരു 10 എന്നുള്ളതിനെയാണ് 1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 2 ones 2 ones ഉണ്ടല്ലോ 12ല്. ആ 2 ones ആണ് 2 എന്ന് പറയുന്ന ഡിജിറ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? 12 എന്ന് പറയുന്ന നമ്പർ എങ്ങനെയാ എഴുതിയത് മനസ്സിലായോ? 12 എന്ന് പറയുന്ന നമ്പറില് 1 എന്ന് പറയുന്നത് നമ്മൾ ആ മാറ്റി വെച്ച 10. 1 10. ആ 1 10ന്റെ 1 ആണ് 12ലെ 1. 12ലെ 2 എന്ന് പറയുന്നത് 2 onesന്റെ 2. 2 onesന്റെ 2 ആണ് 12ലെ 2. അപ്പൊ നമുക്ക് 12 എന്ന് പറയുന്ന നമ്പർ എങ്ങനെ എഴുതാം? 1 10 and 2 ones. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? Yes or no? Yes. Okay. ടെക്സ്റ്റില് പേജ് നമ്പർ 80 എടുത്തേ. 80, പേജ് നമ്പർ 80. എടുത്തോ എല്ലാരും? അതിനകത്ത് കുറെ 2 കോളം കണ്ടില്ലേ? 11 12 എന്ന് എഴുതിയേ ഏറ്റവും അടിയിലായിട്ട് കണ്ടോ? അതെന്താ എഴുതുന്നേ? 11. ഫസ്റ്റ് കോളം നോക്കിയാ 11. 11 means 1 10 and 1 1. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 10ഉം ഒരു 1ഉം കൂടിയതാണ് 11. ഓക്കെ, അപ്പോ അതിന് താഴെ ഒരു അബാക്കസിന്റെ ചിത്രം കണ്ടോ? ഡു യു നോ വാട്ട് ഈസ് അബാക്കസ്? അബാക്കസ് എന്താണെന്നറിയോ? അറിയോ? കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയില്ല. അബാക്കസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മുത്തുകളില്ലേ, മാലയുടെ മുത്ത്, കല്ലമാലയുടെ മുത്ത്, അങ്ങനെയുള്ള മുത്ത് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ നമ്പർ പഠിക്കുന്ന ഒരു മെത്തേഡാണ് അബാക്കസ്. അതെങ്ങനെ ഉണ്ടാവില്ലെന്ന് വെച്ചാല് 2 ഇങ്ങനെ നീളത്തിലുള്ള 2 കോലുണ്ടാവും, 2-3 കോലുണ്ടാവും, അതിന് കുറെ ബീഡ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ, ഈ 11 എന്ന് പറയുന്ന ആ കോളത്തില് 2 വരയിലും ഓരോ ബീഡ് കാണുന്നുണ്ടോ? ഒരു ബ്ലൂ ബീഡും ഒരു റെഡ് ബീഡും. അപ്പൊ ഒന്നാമത്തെ വരയിൽ കാണുന്ന ഒരു ബീഡ് ഒരു 10നെ ഇൻഡിക്കേറ്റ് ചെയ്യും. ആ നീല കളറിലുള്ള ഒരു ബീഡ് കണ്ടോ? ഒരു മുത്ത് കണ്ടോ? അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ?
ഒരു 10 110. ഇനി റെഡ് കളറിലുള്ള ബീഡ് കണ്ടോ, അത് വൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ റെഡ് കളറിലുള്ള ബീഡ് ഒന്ന് വെച്ചാല് ഒരു 1, രണ്ടെണ്ണം വെക്കുവാണെങ്കിൽ 2 1s, മൂന്നെണ്ണം വെക്കുകയാണെങ്കിൽ 3 1s. അപ്പൊ ഇവിടെ എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? ഒരു ബ്ലൂ ബീഡ് ഉണ്ട്. അപ്പൊ ഒരു 10 ഉണ്ട് അല്ലെ. അതിന്റെ താഴെ നോക്കിയോ 110 അല്ലേ. ഇനി എത്ര റെഡ് ബീഡ് ഉണ്ട്? Only one red bead is there. So 1 1. എങ്ങനെയാ നമുക്കിപ്പോ 11 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്? 110 and 1 1. നെക്സ്റ്റ് കോളം നോക്കിയേ 12. അതിൽ എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? 1. ഒരു ബ്ലൂ ബീഡ് അല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ബ്ലൂ ബീഡ് എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 110. ആ കോളത്തിൽ 1 ആയിരിക്കും 110. അതിന്റെ താഴെ ഒരു കോളം കണ്ടില്ലേ എഴുതാനുള്ളേ? ആ കോളത്തില് 110. ഇനി നോക്കിയേ നെക്സ്റ്റ് എത്ര റെഡ് ബീഡ് ഉണ്ട് അവിടെ? എത്ര റെഡ് ബീഡ് ഉണ്ട്? 2 റെഡ് ബീഡ്സ്. അപ്പൊ എത്ര വൺസ് ഉണ്ട് അവിടെ? 2 1s ഉണ്ട്. അപ്പൊ വൺസിന്റെ കോളത്തിൽ 2 എന്ന് എഴുതിക്കോ. വൺസിന്റെ കോളത്തില് 2 എന്ന് എഴുതിയോ? അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാ? 12. 12 എന്ന് പറയുന്ന നമ്പർ എങ്ങനെ പറയാം? 110 2 1s. 110 2 1s. ഇനി നെക്സ്റ്റ് പേജ് നോക്കിയേ. നെക്സ്റ്റ് പേജ് കണ്ടോ? 13. 13 എന്ന് പറയുമ്പോ എത്ര ബ്ലൂ ബീഡ് ഉണ്ട് അവിടെ? നോക്കിയേ എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? 1. അത് അതിന്റെ നേരെ എഴുതിക്കോ. 10ന്റെ കോളത്തിൽ 1. ഇനി എത്ര റെഡ് ബീഡ് ഉണ്ട് അവിടെ? എണ്ണി നോക്കിയേ എത്ര റെഡ് ബീഡ് ഉണ്ട്? 3 red beads are there. So write 3 in that column. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാ? 1 3 13. ഓക്കെ. അതിന് തൊട്ട് താഴെ 14. എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? 1. ആ കോളത്തിന് നേരെ 1 എഴുതിക്കോ. Okay, then how many red beads are there? How many red beads are there? Count it. There are 4 red beads. So write 4 in that column. There are 4 red beads. So write 4 in that column. Then what is the number? 1 4 14. എല്ലാരും ഒന്ന് പറഞ്ഞേ 14. ഓക്കെ. തൊട്ട് താഴെ നോക്കിയേ 15. എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? 1 blue bead. Write 1 in that column. Okay, then how many red beads are there? Etra red beads in the end? Okay, there are 5 red beads. So write 5 in that column. That indicates 15 is 110 and 5 ones. 110 and 5 ones. And next male, okay, male the column 16. 1 blue bead and
How many red beads are there? One blue bead and 6 red beads. So write 6 in that column. 1, 6, 16. 1, 6, 16. എല്ലാരും ഒന്ന് പറഞ്ഞേ 16. 16. Okay, അതിന് തൊട്ട് താഴെ നോക്കിയേ 17. 17. എത്ര ബ്ലൂ ബീഡ് ഉണ്ട്? 1 blue bead. That is 110. And how many red beads are there? There are 7 red beads. So write 7 in that column. That means 17 is 110 and 7 ones. Okay, then next 18. 18. 18 are there. How many tens are there? 1. There are 1 blue bead. There is 1 blue bead. So write 1 in that column. Then how many red beads are there? How many red beads are there? There are 8 red beads. There are 8 red beads. So write 8 in that column. Write 8. Okay. Then 18 is 110 and 8 ones. Then take next page, page number 82. Page number 82. Can you write that 19? How many tens? 110 and 9 ones. Alle 110 and 9 ones is 19. 110 and 9 ones. അപ്പൊ നമ്മൾ ഇത്ര വരെ എഴുതുന്നതില് ഈ വൺസിന്റെ ബീഡ് ഓരോന്നോരോന്നായിട്ട് കൂടി കൂടി വന്നിട്ടുണ്ടല്ലേ? Yes or no? Yes. വൺസിന്റെ ബീഡ് ഓരോന്നോരോന്നായിട്ട് കൂടി കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എത്ര ബീഡ്സ് ഉണ്ട് വൺസിന്റെ പ്ലേസിൽ? 19-ല് 9 ബീഡ്സ് ഉണ്ട്. അപ്പൊ ഇനി ഒന്നും കൂടി വെച്ചാൽ എത്ര ബീഡ്സ് ആവും? ഈ 9 ബീഡ്സിന്റെ കൂടെ ഒരു 1 ബീഡും കൂടി വെച്ചാല് എത്ര ബീഡ്സ് ആവും? 10 ബീഡ്സ് ആവും അല്ലേ? അപ്പൊ നമുക്ക് ഒരു 10ഉം കൂടി കിട്ടിയില്ലേ? ഒരു 10ഉം കൂടി കിട്ടിയില്ലേ? അപ്പൊ ആ ഒരു 10 നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റണ്ടേ? 10നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടല്ലേ വെക്കുന്നേ? അപ്പൊ ഈ കിട്ടുന്ന 10നെ നമ്മൾ തൊട്ടിപ്പുറത്തെ 10ന്റെ കൂടെ കൂട്ടും. ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് നമ്പർ. നോക്കിയേ, അവിടെ 2 ബ്ലൂ ബീഡ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ 9 1 ബീഡിന്റെ കൂടെ ഒരു ബീഡ് കൂടി കൂട്ടുമ്പോ നമുക്ക് ഒരു 10 കൂടി കിട്ടി. അപ്പൊ ആ 10 മുന്നത്തെ 10ന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ എത്ര ടെൻസ് കിട്ടി? 2 ടെൻസ്. 2 ടെൻസ് കിട്ടിയില്ലേ? അവിടെ വൺസ് ഉണ്ടോ? 9 വൺസിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടുമ്പോ ഒരു 10 കൂടി കിട്ടി. അത് നമ്മൾ ഇപ്പുറത്തേക്ക് കൂട്ടി, ബ്ലൂ ബീഡ് ആക്കി കൂട്ടി. അപ്പൊ അവിടെ 2 ടെൻസ് വന്നു. There is no ones. That is 20. 2 0. അപ്പൊ ഒന്നുമില്ല എന്ന് പറയുന്നതിന് നമ്മൾ ഏത് ഡിജിറ്റ് വെച്ചാ പറയുന്നേ? അവിടെ വൺസിന്റെ ബീഡ്സ് ഒന്നുമില്ല അല്ലെ? റെഡ് ബീഡ്സ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഏത് ഡിജിറ്റ് വെക്കും? 0 0 0. അപ്പൊ 20 means 2 tens and 0 ones. 2 tens and 0 ones. Okay, മനസ്സിലായ എല്ലാവർക്കും?
Yes or no? Yes. അതിനിടയിൽ നിങ്ങൾ ഒരു ചിത്രം കണ്ടോ? What is that? That is a balloon. Or anything else? അത് ബലൂൺ തന്നെയാണോ? ഷുവർ ആണോ അത് ബലൂൺ ആണെന്ന്? അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അവിടെ ഏറ്റവും താഴെ 1 എന്ന് പറയുന്ന നമ്പർ കണ്ടോ? കണ്ടോ? ഇപ്പൊ ആരും ചെയ്യണ്ട. ഇപ്പൊ മിസ് പറയുന്നത് ആരും ചെയ്യണ്ട. ആ 1 എന്ന് പറയുന്ന നമ്പർ തൊട്ട് പെൻസിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് 2 3 4 5 6 അങ്ങനെ ജോയിൻ ചെയ്ത് 20 വരെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും. ആ 20 വരെയുള്ള നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്ത് വരച്ചാൽ ഒരു പിക്ചർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പിക്ചർ എന്താന്ന് നോക്കിയിട്ട് അതിന് കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. എന്നിട്ട് അതെനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. പേജ് നമ്പർ 82, മാത്ത് ഫൺ. Join the dots and color the picture. 1 to 20 numbers dots join ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ 15 വരെ പഠിച്ചു അല്ലേ? നോട്ടിൽ സ്പെല്ലിംഗ് എഴുതി പഠിച്ചില്ലേ? ഇനി 20 വരെയുള്ള സ്പെല്ലിംഗ് പഠിക്കണ്ടേ? All of you take your book, notebook. All of you take your notebook. 15 വരെ പഠിച്ചു. ഇനി 16. SIXTEN. 16. എല്ലാരും സ്പെല്ലിംഗ് പറഞ്ഞോണ്ട് എഴുതണേ. SIXTEN. What is the next number? 17. Spelling is SEVENTEN. 17. Spelling SEVENTEN. 17. Next spelling, next number. 18. Next number 18. Wait. EIGHTEN. 18.
EIGHTEN. The next number 19. Next number 19. N I N E T E E N. 19. N I N E T E E N. 19. Last number 20. Last number 20. Spelling T W E N T Y. 20. എല്ലാരും എഴുതി കഴിഞ്ഞല്ലേ? ഈ 5 നമ്പേഴ്സ് നാളത്തേക്ക് 5 ടൈംസ് എഴുതി സ്പെല്ലിംഗ് പഠിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ഹോംവർക്കും ചെയ്യുക. പേജ് നമ്പർ 82 ആ 1 to 20 നമ്പേഴ്സ് ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് അതിന് കളർ കൊടുത്തിട്ട് ഫോട്ടോ അയക്കാം. Okay? If anybody have any doubt? No.